ഹലോ അസ്സാം വലൈക്കും എവ്രി വൺ വെൽക്കം ബാക്ക് ടു ലിവ് യുവർ ഡ്രീം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ വെച്ചൊരു കട്ട്ലേറ്റ് ആണ്. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അറിയാൻ പാടില്ലാത്തവർക്കും എളുപ്പത്തിൽ എങ്ങനെ കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന അധികം എല്ലില്ലാത്ത വലിയ പീസ് ചിക്കൻ. അപ്പോൾ ചിക്കനൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി വാരി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാല, ചിക്കൻ മസാല, ഉപ്പ് എന്നിവയിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാം. അടുത്തതായിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുക്കണം. അതിന് നന്നായിട്ട് ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇടാം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഇത്തിരി ഉപ്പ് ഇട്ട് വേവിക്കാം. അപ്പോൾ ഞാൻ 10ഓളം വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇതിൻ്റെ ഏറ് പോവാൻ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 3 സവാള, 2 പച്ചമുളക്, ഇത്തിരി ഇഞ്ചി, ഇത്തിരി വെളുത്തുള്ളി. അപ്പോൾ വെളുത്തുള്ളി കൂടിപ്പോരുത്. വെളുത്തുള്ളി കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വായ് പുകഞ്ഞിട്ട് വെളുത്തുള്ളിയുടെ കുത്തുകൊണ്ട് വായ് പുകഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല കട്ട്ലേറ്റ്. അപ്പോൾ അതനുസരിച്ച് വെളുത്തുള്ളി എടുക്കണം. അപ്പോൾ പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് പാൻ ചൂടായി കഴിയുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ചിരുന്ന ചിക്കൻ ഓരോന്നായി നമ്മൾ ഇട്ട് കൊടുത്ത് അത് ഒന്ന് ചെറുതായിട്ട് പൊരിച്ചെടുക്കുമ്പോൾ മുരിഞ്ഞു പോവരുത്. പൊരിച്ച് കോരിയെടുത്ത ചിക്കൻ നമുക്ക് ചൂടാറാൻ വേണ്ടി വെക്കാം. അപ്പം നമ്മൾ നേരത്തെ മാറ്റി വെച്ച കുക്കറിൻ്റെ ഏറൊക്കെ പോയി ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. വെള്ളമൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം അതിൻ്റെ തൊലികൾ നമുക്ക് എല്ലാം കളഞ്ഞെടുക്കണം. അപ്പം നേരി ചൂടോട് കൂടി തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം കളയണം. തൊലിയെല്ലാം കളഞ്ഞ ശേഷം നമുക്കത് ഉടച്ചെടുക്കണം. നേരി ചൂടോട് കൂടി നമുക്ക് തൊലി കളഞ്ഞാലേ നന്നായിട്ട് ഉടഞ്ഞ് കിട്ടുള്ളൂ. ചൂടാറിക്കഴിഞ്ഞാൽ അത് മരം പോലെ പിന്നെയാകും. നമുക്കപ്പോൾ ഉടച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. നന്നായിട്ട് ഉടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ്റെ ചൂടാറിയിട്ടുണ്ട്. അത് നമുക്ക് ഇങ്ങനെ നുള്ളി ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ കട്ട്ലേറ്റിലിടുന്ന എല്ലാ സാധനങ്ങളും നമ്മൾ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ പൊരിച്ചെടുത്ത വെളിച്ചെണ്ണയിൽ തന്നെയാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ആ വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുന്ന ശേഷം നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് വാടിയ ശേഷം അതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും കുത്ത് മാറിയ ശേഷം അതിലേക്ക് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ ചിക്കൻ മസാലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതിലേക്ക് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ നേരത്തെ എടുത്ത് ഉടച്ച് വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് അതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ച ചിക്കനും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് കട്ട്ലേറ്റിൻ്റെ ആകൃതി ഉണ്ടാക്കിയെടുക്കാനാണ്. അത് നമ്മൾ ഒരു മുട്ട എടുത്ത് പൊട്ടിച്ച് ഇത്തിരി ഉപ്പിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് റസ്ക് പൊടിയാണ്. അപ്പോൾ നമ്മൾ ഇത്തിരി റസ്ക് പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ആകൃതി 2 ടൈപ്പിൽ ചെയ്തെടുക്കാം. ഒരു ഈസി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഉണ്ടാക്കി വെച്ചേക്കണ മസാല എടുത്തിട്ട് അത് മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് റസ്ക് പൊടിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു അച്ച് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് നന്നായിട്ട് അമർത്തി കൊടുത്താൽ നമുക്ക് കട്ട്ലേറ്റിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കി എടുക്കാവുന്നത്. അല്ലെങ്കിൽ നമുക്ക് മസാല എടുത്തിട്ട് ഒരു കയ്യിൽ വെച്ച് കട്ട്ലേറ്റിൻ്റെ ആകൃതി ആക്കി അതൊന്ന് മുട്ടയിൽ ഡിപ്പ് ചെയ്ത് റസ്ക് പൊടിയിൽ കോട്ട് ചെയ്തിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയത് ആദ്യം ചെയ്ത ടിപ്പാണ്. ഞാനെല്ലാം ചെയ്തത് ആദ്യം ചെയ്ത ടിപ്പ് പോലെയാണ്. അപ്പോൾ കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ അറിയാത്തവർക്ക്, ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പഠിക്കാൻ എളുപ്പം ആദ്യം കാണിച്ച ടിപ്പ് തന്നെയാണ്. അതിനുശേഷം ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് നന്നായിട്ട് ചട്ടി ചൂടായ ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് വെളിച്ചെണ്ണ നന്നായി തിളച്ച ശേഷം അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഓരോ കട്ട്ലേറ്റും ഇട്ട് കൊടുക്കാം. കട്ട്ലേറ്റ് തിരിച്ചും മറിച്ചും ഇട്ട് ആ ഒരു ബ്രൗണിഷ് കളറാകുമ്പോൾ നമുക്ക് കോരി എടുക്കാവുന്നതാണ്. നമ്മൾ രണ്ടാമത്തെ ടിപ്പ് ഉപയോഗിച്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ വെളിച്ചെണ്ണയ്ക്ക് കളർ വ്യത്യാസം വരുന്നത്. അത് റസ്ക് പൊടിയുടെ തരികൾ കൊണ്ടാണ്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി കട്ട്ലേറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസുമായി വീണ്ടും വരാം. താങ്ക്